ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഓണമൊക്കെ എന്തായി? ഞങ്ങൾ ഈ വട്ടം ഓണായിട്ട് ഒരു ട്രിപ്പ് പോയേക്കുവാണ്. നിങ്ങൾ ഷോർട്സിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഷോർട്സ് കാണാത്തവർക്ക് വേണ്ടി പറയാം, ഞങ്ങൾ പോകുന്നത് എവിടാന്ന് വെച്ചാൽ ഇവിടെ തൊട്ടടുത്തുള്ള കന്യാകുമാരിയിലാണ്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊല്ലംകാർക്ക് അധികം ദൂരം ഇല്ലല്ലോ. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് ട്രെയിനും ഉണ്ട്. ഇവിടുന്ന് രാവിലെ കയറി ഉച്ചയാകുമ്പോഴത്തേക്കും കന്യാകുമാരിയിലെത്തും. ഞങ്ങൾ രാവിലെ കഴിക്കാനുള്ളത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയൊക്കെ ആയിരുന്നു കൊണ്ടുപോയത്. തിരുവനന്തപുരം വരെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഇതേപോലെ തിരക്കില്ലാണ്ടായത്. അതുവരെ പറയണ്ട, ജോലിക്കാരുടെ എല്ലാവരുടെയും തിരക്കായിരുന്നു. സോ എനിക്ക് ചപ്പാത്തിയുടെ കൂടെ സലാഡ് വേണം. എനിക്ക് മറ്റേ ഉള്ളി തക്കാളി ഇട്ട കറി എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടമല്ല. എനിക്ക് സലാഡാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് സലാഡ് എടുത്തിരുന്നു. സലാഡ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കഴിച്ചാനേ. അങ്ങനെ ഏതാണ്ട് 10 മണിയൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ. ട്രെയിനിൽ നിന്ന് കഴിക്കാൻ പ്രത്യേക വൈബാണല്ലോ. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ ഒരു ഏറെട്ട് സ്റ്റോപ്പാന്ന് തോന്നുന്നു ഉണ്ടായത്. ഏറെട്ട് സ്റ്റോപ്പേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ തുരങ്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല വെട്ടം വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ അകത്തും നല്ല വെട്ടമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്താണെന്നറിയില്ല, ഞാൻ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ടണൽ അങ്ങ് കഴിയും. പിന്നെ എന്താണ് നമ്മുടെ വെട്ടവും വിളിച്ചൊക്കെ വരും. ഞാനാണെങ്കിൽ ഇരുട്ടിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയത്, പക്ഷെ നടന്നില്ല. പോട്ട്. പിന്നെ അങ്ങോട്ട് അധികം ആൾക്കാരൊന്നും കയറിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇതിൽ കൂടുതലും മലയാളികളൊക്കെ തന്നെയായിരുന്നു തോന്നുന്നു. ട്രിപ്പൊക്കെ പോകുന്നവരൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെ കേരളം കഴിഞ്ഞിട്ട് തമിഴ്നാട് ബോർഡറിൽ കയറിയിട്ടുണ്ട്. തമിഴ്നാട് ബോർഡറിൽ കയറിയപ്പോൾ തന്നെ അതാണ്ട് മലകളൊക്കെ കാണാൻ തുടങ്ങി. അപ്പം തന്നെ ഒരു വൈബ് കിട്ടി, ഒരു തമിഴ്നാടൻ വൈബ്. ഇറണിയൽ സ്റ്റോപ്പൊക്കെ ആയിരുന്നു. പിന്നെ ഒത്തിരി തെങ്ങും വാഴയൊക്കെ ഉണ്ടായിരുന്നു. തെങ്ങും തോപ്പാന്ന് തോന്നുന്നു കൂടുതലുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തതിൽ കുറച്ചേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇഷ്ടം പോലെ തെങ്ങും തോപ്പ് ഉണ്ടായിരുന്നു. എനിക്ക് കേരളമാണോ എന്നുള്ള ഡൗട്ട് വരെ തോന്നി, കാരണം അത്ര തെങ്ങുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ എവിടെയും ഇത്രയും മലകൾ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. മലകളുള്ള സ്ഥലം ഉണ്ട്, ഐ മീൻ ട്രെയിനിൽ പോകുമ്പോൾ ഇത്രയും മലകളുള്ള സ്ഥലം കാണാൻ പറ്റാറില്ല. കാരണം ഈ പാടമൊക്കെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. എന്തായാലും കണ്ണിന് കുളിർമ വരുന്ന കാഴ്ചകളായിരുന്നു. ഭയങ്കര രസമാണ്. നമുക്കിങ്ങനെ കണ്ണെടുക്കാനേ തോന്നുന്നില്ല. നല്ല രസമാണ്. എനിക്ക് ഫോണിൽ എത്രമാത്രം അത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നല്ല രസമാണ് കാണാൻ. തിരുവനന്തപുരം കഴിഞ്ഞ പിന്നെ അത്യാവശ്യം വലിയ സ്റ്റേഷൻ, അത്യാവശ്യമല്ല വലിയ സ്റ്റേഷൻ ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വേറെ ഏതുമല്ല, നാഗർകോവിൽ ജംഗ്ഷൻ. പിന്നെ ഇവിടെ ആണെങ്കിൽ ട്രിവാൻഡ്രം പോലെ കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് ട്രെയിൻ ഇങ്ങനെ ഇടും. അപ്പോൾ ഞാൻ അപ്പയുടെ അനിയൻ്റെയും കൂടെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അമ്മേ പണ്ടൊക്കെ അപ്പ ഇതേപോലെ ഇറങ്ങുമ്പോൾ ഞാൻ അപ്പന് വഴക്ക് പറയാറുള്ളതാണ്. ഞാനാണ് ഇപ്പം ഇറങ്ങിയത്, എനിക്ക് എന്തോ ഇറങ്ങാൻ തോന്നി അങ്ങനെ ഇറങ്ങിയതാണ്. എന്നാലും ഞാൻ കൂടുതൽ സമയം അവർ നിർത്തിയില്ല, തിരിച്ചു കയറി. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് 12 മണി ആയപ്പോഴത്തേക്കും നമ്മൾ കന്യാകുമാരിയിലോട്ട് ഇറങ്ങാൻ പോവാണ്. ദാണ്ടെ ബോർഡ് കണ്ടോ, കന്യാകുമാരി. ഞാൻ അങ്ങനെ ഡോറിന്റെ അവിടെ ഒന്നും വന്ന് നിൽക്കാറുള്ളതല്ല, പക്ഷേ ഇപ്പൊ എന്തായാലും ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണല്ലോ, അതുകൊണ്ട് ഡോറിന്റെ അടുത്ത് വന്ന് നിന്നു. അത് മാത്രമല്ല, എനിക്ക് ഫസ്റ്റ് ഇറങ്ങണമെന്ന് എന്തോ ഒരു ഭയങ്കര ആഗ്രഹം തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചത് കേരളത്തിലാണ് നല്ല ചൂടെന്നാണ്, പക്ഷെ കന്യാകുമാരി വന്നപ്പോൾ ഇവിടെയും ചൂട്. പക്ഷെ കുറച്ച് നേരം ഒന്ന് മഴ പെയ്തായിരുന്നു ഇത് കഴിഞ്ഞിട്ട്. എന്നാലും കൂടുതൽ ഇവിടെ ചൂട് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴായാലും ട്രിപ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ മഴ പെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അധികം സ്ഥലങ്ങളിലോട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് എൻട്രി കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിലെ തന്നെ സദേൺ മോസ്റ്റ് ടെർമിനൽ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ തെക്കേ അറ്റത്തുള്ള അവസാനത്തെ റെയിൽവേ സ്റ്റേഷനാണ്. 1979 നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന മൊറാർജി ദേശായി ആണ് ഇനാഗുറേറ്റ് ചെയ്തത്. പിന്നെ നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള കന്യാകുമാരിയിലേക്കുള്ള ഒരു ഗേറ്റ് വേയും കൂടെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഞങ്ങൾ ഹോട്ടലിലോട്ട് പോയി. സോ ബാക്കി വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ കാണിക്കാം. ഏതൊക്കെ ഹോട്ടലാണെന്നും കാര്യങ്ങളെല്ലാം വ്ളോഗിൽ പറയുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് കന്യാകുമാരി സീരീസ് ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, എൻ്റർടൈൻമെൻറ്റും എല്ലാം ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. വരേക്കും ബൈ.